ആഷിഖെ, മനുഷ്യന്റെ മനസ്സിൽ ഇപ്പോഴും വിഷം നിറഞ്ഞു നിൽക്കുകയാണ് എന്നൊരു ചിന്ത വരുന്ന, അല്ലെങ്കിൽ അത് പ്രചരിപ്പിക്കുന്ന, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ളൊരു ന്യൂസ് ഇന്ന് കോഴിക്കോട് കൊയിലാണ്ടിയിൽ നിന്ന് വരുന്നുണ്ട്. അവിടെ ഹരിതകർമ്മസേന സ്വീകരിച്ച ഒരു ചാക്കിൽ അതിനകത്ത് പാമ്പുണ്ടായിരുന്നു. ഇവരത് അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതൊരു മനഃപൂർവ്വം കുടുക്കി എന്നാണ് അവർ പറയുന്നത്, അല്ലെങ്കിൽ അത് അവരെ ഏറ്റവും കൂടുതൽ ആക്രമിക്കാൻ വേണ്ടി കൊണ്ടുവന്നു എന്നുള്ളതാണ് പറയുന്നത്. എങ്ങനെയാണ് അത് സാധിക്കുന്നത്? ഒരു മനുഷ്യന് മനസാക്ഷി എന്നൊരു സാധനം ഇവിടെ നഷ്ടപ്പെട്ടോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഇതിന് രണ്ട് പോസിബിലിറ്റീസ് ആണ് ഉണ്ടാവുക. എൻ്റെ ഗസ് പറയുകയാണ്. ഒരു പക്ഷേ ഇതുപോലെ ഒരു പാമ്പിനെ പിടിച്ചുകൊണ്ടുവന്ന് ഇടയ്ക്ക് ആരുടെയെങ്കിലും കയ്യിൽ പെട്ടാലോ എന്നൊരു ഭയം കാരണം ഈ ഒരു പാമ്പിനെ അങ്ങോട്ട് ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ പാമ്പിനെ പിടിച്ചുകൊണ്ട് പോകുന്ന രീതിയിൽ എവിടെയും കളയാൻ പറ്റാത്ത രീതിയിൽ ആ ഒരു വേസ്റ്റ് കിടന്ന സ്ഥലത്തേക്ക് ഇതിനെ അങ്ങോട്ട് ഉപേക്ഷിക്കുക. ഇതില്ല, ഏതെങ്കിലും ഒന്നായിരിക്കും ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവുക. അല്ലെങ്കിൽ മനഃപൂർവ്വം ഒരു പെരുമ്പാവിനെ പ്ലാസ്റ്റിക് കവറിൽ കെട്ടിയിട്ട് ഹരിത കർമ്മസേനക്കാരെ, അല്ലെങ്കിൽ അവരെ തന്നെ വേണമെന്നില്ല, അല്ലെങ്കിൽ പൊതുജനങ്ങളെ ഉപദ്രവിക്കണം എന്ന രീതിയിൽ മാനസിക നില തെറ്റിയ ഒരാളായിരിക്കാം ഇതുപോലെ ഒരു പാമ്പിനെ പിടിച്ചിട്ട് ഈ സാധാരണ ജനങ്ങൾക്ക് ഭീഷണിയാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് കാണുക. ഹരിതകർമ്മസേന എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു ഒഴിച്ചുകൂടാനാവാത്ത ഒരു അവിഭാജ്യ ഘടകമാണ്. അവർ രാവിലെ ഇറങ്ങും ഓരോ വീടുകളിലേക്കും, അല്ലെങ്കിൽ തെരുവുകൾ തോറും, അല്ലെങ്കിൽ കടകൾ തോറും ഈ നമ്മുടെ സമൂഹത്തിന്, അല്ലെങ്കിൽ നമ്മുടെ ഭൂമിക്ക് അപകടകരമായേക്കാവുന്ന ഈ പ്ലാസ്റ്റിക്കുകളെല്ലാം പല സ്ഥലങ്ങളിൽ നിന്ന് കളക്ട് ചെയ്ത് ഒരു ചാക്കിലാക്കി ഒരു മിനി MCFO അല്ലെങ്കിൽ MCFിലേക്കോ കൊണ്ടുവന്ന് തരംതിരിച്ച് അത് കയറ്റിവിടുന്ന എല്ലാ രീതിയിലുള്ള ഉത്തരവാദിത്ത ജോലികൾ നിർവഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് ഹരിതകർമ്മസേന. അവർക്ക് ഇതുപോലെ ഒരു പല മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ ഹരിതകർമ്മസേന ആൾക്കാർ വരുമ്പോൾ നായയെ അഴിച്ചുവിട്ട് കളിപ്പിക്കുക, അല്ലെങ്കിൽ മദ്യസംഘം ഇവരെ മനഃപൂർവ്വം ഉപദ്രവിക്കുക. ഇതുപോലെ പല ഉപദ്രവകരമായിട്ടുള്ള ഒരു മാനസിക, ഈ ശരിക്കും പറഞ്ഞാൽ ഇവരെ ഉപദ്രവിക്കുന്നു എന്ന് പറയുന്നവർ ശരിക്കും മാനസിക വെല്ലുവിളി നേരിടുന്നവർ എന്ന് പറയാനാണ് എനിക്ക് താല്പര്യം. ഞാനിപ്പോൾ ഇവിടുന്ന് എൻ്റെ നാട്ടിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ, ബൈക്കിന് ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ മുമ്പിൽ കൂടെ ചിലപ്പോൾ ഈ ഹരിതകർമ്മസേനയുടെ വണ്ടിയൊക്കെ പോകും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പറ്റില്ല, ഈ സ്മെല്ല് അറിയാമല്ലോ, നമുക്ക് ഈ പച്ചക്കറി അല്ലെങ്കിൽ എല്ലാ വേസ്റ്റും ഉള്ള സ്മെല്ലാണത്. അതിൻ്റെ ആ മണം നമുക്ക് പറ്റില്ല, പെട്ടെന്ന് സഹിക്കാം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, അവരെത്രത്തോളം അവരുടെ ജോലിയുടെ ഒരു പ്രാധാന്യം കൂടെ എടുത്തു കാട്ടുന്ന ഒരു കാര്യമാണ്. എത്രത്തോളം സഹിച്ചും, അല്ലെങ്കിൽ നമ്മൾ എടുക്കാൻ അറയ്ക്കുന്ന ഒരു കാര്യം അവരെടുത്തോണ്ട് പോവുകയാണ്. അപ്പം അത്രയും കാര്യങ്ങൾ ചെയ്യുന്ന, അല്ലെങ്കിൽ അവർക്കും വൃത്തിയുണ്ട്, അവരുടെ വീട്ടിലും മക്കളുണ്ട്, അവരും ഭക്ഷണം കഴിക്കുന്നതാണ്, നമ്മളും ഭക്ഷണം കഴിക്കുന്ന, എല്ലാവരും കഴിക്കുന്നതാണ്. അപ്പോൾ അത്തരമൊരു ജോലി ചെയ്യുന്ന ആളുകൾ ഇത്രയും അപമാനിക്കലായിരുന്നു, അല്ലെങ്കിൽ അതൊരു കൊല്ലാൻ ശ്രമം. ഇപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളത് എടുക്കുമ്പോൾ ജീവനും കൊണ്ടാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത്. കാരണം ആ പാമ്പും മേത്തേക്ക് ചാടി അതങ്ങോട്ട് മാറി വീണതുകൊണ്ട് അവരെന്തോ ജീവനും കൊണ്ടാണ് രക്ഷപ്പെട്ടത്. അപ്പം ഇങ്ങനെയുള്ള കുറേ മാനസികമായ നില തെറ്റി കിടക്കുന്ന കുറേ ആളുകളുണ്ട്. അവർക്കിത് ഏറ്റവും വലിയൊരു നമുക്ക് അവരെ അങ്ങനെ ഓർക്കുമ്പോൾ ഒരിക്കലും നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. അത് വളരെ മനുഷ്യ മനസാക്ഷിയെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞില്ലേ, രണ്ട് പോസിബിലിറ്റീസ്. അല്ലെങ്കിൽ ഒരു പക്ഷേ ഇതുപോലെ സമൂഹത്തിൽ അത്യാവശ്യം ജോലികൾ ചെയ്യുന്ന സ്ത്രീകളെ ലക്ഷ്യമാക്കി, അല്ലെങ്കിൽ ഇതുപോലൊരു തൊഴിലാളികളെ ലക്ഷ്യമാക്കി അവരെ അപമാനിക്കുക, അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുക എന്ന ദുഷ്ടലാക്കോടെ ഏതെങ്കിലും ഒരു മാനസിക രോഗി ചെയ്തു വെച്ച ഒരു വിക്രിയയായിരിക്കാം ഇത്. ഇതിനെ ഒന്നും വലിയ ലാളിത്യത്തോടെയോ അല്ലെങ്കിൽ തമാശയായിട്ടോ തള്ളിക്കളയരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരിക്കും ഇതുപോലുള്ള ഒരാളെ കണ്ടുപിടിച്ച് ഈ ഒരു വധശ്രമത്തിന്റെ പേരിൽ, അതായത് ഈ മൃഗത്തിനെ വിട്ട് ഒരാളെ കൊല്ലാൻ ശ്രമിച്ചാലും അതിന് കേസുണ്ട് നമ്മുടെ ഭാരതീയ ന്യായ സംഹിതയിൽ. ആ ഒരു വകുപ്പ് പ്രകാരം ഇയാളെ പിടിച്ച് ഉള്ളിലടയ്ക്കണം. ഇല്ലെങ്കിൽ ഇന്ന് ശ്രമിച്ച ഒരാൾ നാളെ കൊല്ലില്ലെന്ന് എന്താ? അതെ, ഇതിപ്പോ കൃത്യമായ ഒരു ആളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇവിടെ കിടക്കുന്ന ഒരു ചാക്ക് സാധാരണ എങ്ങനെയാ, ഇപ്പോൾ ഹരിതകർമ്മസേന അവിടെ ഒരു കാര്യങ്ങൾ എടുക്കാൻ വരുന്നു, വേസ്റ്റ് എടുക്കാൻ വരുന്നു, അവിടെ ഒരുപാട് ചാക്കുകൾ ഉണ്ടാവും, ഒരുപാട് വേസ്റ്റുകൾ ഉണ്ടാവും. അവർ വിചാരിക്കുന്നില്ലല്ലോ ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും പാമ്പോ അങ്ങനെ എന്തെങ്കിലും കിടന്നാലേ ഉള്ളൂ. ഈ എലിയൊക്കെ വരുമ്പോൾ എലിയെ പിടിക്കാൻ വേണ്ടി പാമ്പ് വരുന്നു, അങ്ങനെയൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നല്ലേ അവർ ശ്രദ്ധിക്കുള്ളൂ. പക്ഷെ ഇവിടെ എന്താണ്, ഇത് ചാക്കിന്റെ ഉള്ളിലാണ് കെട്ടിയിട്ടേക്കുന്നത്. രണ്ട് പോസിബിലിറ്റീസ് ആഷിക്ക് പറഞ്ഞെങ്കിലും ഒന്ന് മനസ്സിലാക്കണം. ഇത് ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവരെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? ഇവിടെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. കാരണം അത്രയും വേസ്റ്റ് കൂമ്പാരത്തിലാണ് അവർ കൊണ്ടിടുന്നത്. ഇങ്ങനെയുള്ള ആളുകൾക്കെതിരെ വലിയ നടപടി തന്നെ എടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. എന്തായാലും അതിനെ നമുക്കൊരിക്കലും കാണാൻ പറ്റില്ല. കാരണം അവർ ജീവനും കൊണ്ടാണ് അവരാ പറയുമ്പോൾ, ഹരിത എന്ന് പറയുന്ന ആ സ്ത്രീ പറയുമ്പോൾ,
ഹരിതകർമ്മസേനയിലുമായി ബന്ധപ്പെട്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട ആ സ്ത്രീ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരെത്രത്തോളം പേടിച്ചു, അല്ലെങ്കിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് അവരെത്രത്തോളം അത് ജീവൻ തിരിച്ചു കിട്ടിയ എന്നതിലൊരു സന്തോഷത്തിലാണ് അവർ. അപ്പോൾ അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് ഒരു ഭാഗത്തേക്ക് കേൾക്കട്ടെ. ഇപ്പോൾ എന്തോ ഭാഗ്യത്തിനാണ് അവർ രക്ഷപ്പെട്ടത് എന്ന് പറയുന്നു. അത് മാത്രമല്ല, ഹരിതകർമ്മസേനയുടെ എടുത്തു പറയുന്ന മറ്റു കാര്യങ്ങളുണ്ട്. നമ്മുടെ ഈ ഒരു നമ്മൾ സഞ്ചരിക്കുന്ന റോഡോ അല്ലെങ്കിൽ വീടിനടുത്തുള്ള ഭാഗങ്ങളെല്ലാം വൃത്തിയായി ഇന്ന് കാണുന്നുണ്ടെങ്കിൽ ഈ ഹരിതകർമ്മസേന എന്ന ഒരു വിഭാഗം അവരെന്തുമാത്രം എഫർട്ട് എടുക്കുന്നുണ്ടെന്ന് ഒരുപാട് നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണ്. അത് മാത്രമല്ല, ഇപ്പോൾ ഓരോ വീടിന്റെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ ഈ ഒരു വേസ്റ്റ് കൂനയിൽ നിന്ന് ലഭിക്കുന്ന നഷ്ടപ്പെട്ട സ്വർണമാവട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും വിലപ്പെട്ട ഡോക്യുമെന്റോ വസ്തുക്കളോ എന്തുമാവട്ടെ അവർ സ്വന്തം കയ്യിലേക്ക് എടുക്കാതെ ഇത് ബന്ധപ്പെട്ടവരിലേക്ക് എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെയുള്ള എന്ത് നിരവധി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു വിഭാഗത്തിനെ കുറിച്ച് നമ്മൾ ദിനം പ്രതി കേൾക്കുന്നുണ്ട്. ചിലപ്പോൾ എനിക്കും വിഷ്ണുവിനും അറിയാവുന്ന അല്ലെങ്കിൽ നമുക്കെല്ലാം നമ്മുടെ വീടിനടുത്തുള്ള പല ചേച്ചിമാരും ഇതുപോലെ ഹരിതകർമ്മസേനയുടെ ഓരോ അംഗങ്ങളാണ്. ശരിക്കും നമ്മുടെ അയൽവാസികളോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബവുമായി വളരെ അടുത്ത ബന്ധമുള്ളവരെ പോലെയാണ് ഇവർ. നമ്മുടെ വീടുകളിൽ വന്ന് ഇതുപോലെ വേസ്റ്റുകളും അതുപോലത്തെ ഭക്ഷ്യാവശിഷ്ടങ്ങൾ അടങ്ങിയ കവറുകളും കാര്യങ്ങളും എല്ലാം കൊണ്ടുപോയി നമ്മുടെ വീടിന് ചുറ്റുമുള്ള വേസ്റ്റുകളെല്ലാം നീക്കം ചെയ്ത് ക്ലീനാക്കി സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് മാത്രം നമുക്ക് എന്തുമാത്രം ഗുണകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം, എന്ത് വൃത്തിയുള്ള ഒരു അന്തരീക്ഷം ലഭിക്കുന്നു എന്ന് ഒരാളെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇവരെ ദയവായി അല്ലെങ്കിൽ ഇതുപോലുള്ള ഹരിതകർമ്മസേനയിലെ ഓരോ തൊഴിലാളികളെയും പരമാവധി അവർക്ക് ബഹുമാനം നൽകുന്ന രീതിയിൽ അവരോട് പെരുമാറുക. അവരെ ബഹുമാനിച്ചില്ലെങ്കിലും വേണ്ടിയില്ല, ഇതുപോലെ തരം താഴ്ന്ന മാനസിക രോഗപരമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്ത് അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക എന്നാണ് പറയാനുള്ളത്. നമ്മളുടെ തന്നെ ഭക്ഷണാവശിഷ്ടങ്ങളാണ് അതൊക്കെ, നമ്മൾ തന്നെ ചിലപ്പോൾ എടുക്കാൻ അറയ്ക്കുന്ന കാര്യങ്ങൾ തന്നെ അവരെടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അത് ചിലർക്ക് കൊടുക്കുമ്പോൾ അവർ വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ ചിലരുടെ പെരുമാറ്റം എന്ന് പറയുന്നത് വളരെ മോശമാണ്. അവരെ കാണുമ്പോഴേ, അവർ ആ പച്ച ഡ്രസ്സൊക്കെ ഇട്ട് വരുമ്പോൾ അവരെ കാണുമ്പോഴേ വന്നു അല്ലെങ്കിൽ വളരെ ഒരു മോശമായ ഒരു പെരുമാറ്റമാണ് അല്ലെങ്കിൽ അത് കാണിക്കാറ്. എല്ലാവരും അല്ല ഞാൻ പറയുന്നത്, ചില ആളുകളൊക്കെ വളരെ മോശമായിട്ട് അല്ലെങ്കിൽ അകത്ത് വേസ്റ്റ് ഇരിപ്പുണ്ട്, എനിക്ക് എടുക്കാൻ തയ്യാറല്ല, താങ്കൾ പോയി എടുത്തോളൂ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അത് മാത്രമല്ല, ഈ യൂസർ ഫീയുടെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലെ അഭിപ്രായ തർക്കം ഉണ്ടായി. ഈ ഹരിതകർമ്മസേന അംഗങ്ങളായ സ്ത്രീകൾക്കെതിരെ മർദ്ദനമോ അല്ലെങ്കിൽ കയ്യേറ്റമോ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇവരൊന്നും അറിയുന്നില്ല. ഇതിനെല്ലാം ഇവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഇത് പെയ്ഡായിരിക്കണം അല്ലെങ്കിൽ ഇവർക്കൊരു തികച്ച ഒരു വേതനം ലഭിക്കണം. അതുപോലുള്ള ഒരു ശുചീകരണ പ്രവർത്തനങ്ങളാണ് ഇവർ ചെയ്യുന്നത്, ഓരോരുത്തരും ചെയ്യുന്നത്. ഇപ്പൊ തൃക്കാക്കര നഗരസഭയിൽ തന്നെ ഹരിതകർമ്മസേനയുടെ സമരം ഉണ്ടായിരുന്നു. പ്രധാനമായിട്ടും വേസ്റ്റ് എടുക്കണ്ട എന്ന് പറയുന്നതായിരുന്നു. അവർ തന്നെ ഇപ്പൊ നഗരസഭ തന്നെ അവരെ സംസ്കരിച്ചോളാം, അല്ലെങ്കിൽ നിങ്ങൾ വേസ്റ്റ് എടുക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് പൈസ കൂട്ടി കൊടുക്കുക അതില്ല. അവർക്ക് തുച്ഛമായ ശമ്പളമാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. അപ്പം അത്തരമൊരു സാഹചര്യത്തിലൊക്കെ എങ്ങനെയാണ് ഇവരോട് ഇത്രയും നീതികേട് കാണിക്കാൻ പറ്റുന്നത്? ഇപ്പോൾ തന്നെ പറഞ്ഞു, ഈ പൈസ ചോദിക്കുന്നതിന്, ഇവർ ഈ വേസ്റ്റ് എടുക്കുന്നതിന് പൈസ ചോദിക്കുമ്പോൾ അവിടെ വിമർശനം ഉണ്ടാവണം, അവിടെ ചോദ്യം ചെയ്യുകയാണ്. നിങ്ങൾക്കെതിരെ ഞങ്ങൾ പൈസ തരണം, നിങ്ങളെ നിയമിച്ചത് സർക്കാരല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ ഇവരത് എടുത്തോണ്ട് പോവോ? അല്ല, ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഇങ്ങനെ ചോദിക്കുന്ന ഒരാൾ ഇത് എടുത്തോണ്ട് പോവോ? ഈ വേസ്റ്റ് അവൻ എടുത്തോണ്ട് പോവോ? ഇല്ല, അവരെടുക്കില്ല, അത് ചോദിക്കില്ല, അല്ലെങ്കിൽ എടുക്കുകയല്ല. അപ്പോൾ എന്നിട്ട് അവരത് എടുക്കുമ്പോൾ അതിൻ്റെതായ ഒരു കൂലി അവർക്ക് കൊടുക്കുമ്പോൾ അവരെ കൊടുക്കാൻ പറ്റില്ല. അതിൻ്റെതായ ഒരു കൂലി അയാൾക്ക് കൊടുക്കാൻ പറ്റില്ല. അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എത്ര പേരാണ് ഇപ്പോൾ നിരന്തരമായി വിമർശിക്കപ്പെടുന്നതും നിരന്തരമായി ഒരു അല്ലെങ്കിൽ ആക്രമണത്തിന് ഇരയാവുന്നതും എന്ന് നമ്മൾ നോക്കിക്കാണേണ്ട വിഷയമാണ്.